പരിശ്രമത്തിലാണ്, ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ പരിശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. ഗാന്ധിജി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ടത്തിൽ സഹ്യൻ്റെ അടിവാരത്ത് 104.9 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുകയാണ് ആര്യനാട് എന്ന മലയോര ഗ്രാമം. പ്രകൃതി കനിഞ്ഞു നൽകിയ ഭൂപ്രകൃതിയും അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും മലയും കുന്നുകളും താഴ്വാരങ്ങളും ഗ്രാമത്തെ കീറി മുറിച്ച് കടന്നുപോകുന്ന കരമനയാറും ചേരുമ്പോൾ ആര്യനാട് എന്ന ചെറുപട്ടണം സുന്ദരവും മനോഹരവുമാകുന്നു. കർഷകരും തൊഴിലാളികളും ചെറുകച്ചവടക്കാരും ഇടത്തരം ഭൂവുടമകളും പ്രവാസികളും ഉദ്യോഗസ്ഥരായ മധ്യവർഗവും ചേരുമ്പോൾ ആര്യനാട് ഗ്രാമത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം പൂർണ്ണമാകുന്നു. ത്രിതല പഞ്ചായത്തുകളുടെ വരവോടെ ആര്യനാടും പരിഷ്കരിച്ച് ഒരു നവലോകമായി മാറി. ക്രാന്തദർശികളായ ഭരണകർത്താക്കളുടെ ചിന്തകളും ഊർജ്ജസ്വലതയും ജനങ്ങളുടെ സഹകരണവും പൂർണ്ണമാകുമ്പോൾ ആര്യനാട് അതിൻ്റെ സുവർണകാലത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ വ്യക്തിത്വ വികസനത്തിലുണ്ടായ മാറ്റവും സ്ത്രീകളുടെ സാമൂഹിക സാഹചര്യവും ജീവിതവും പ്രൗഢഗംഭീരമാകുന്നു. ജനകീയാസൂത്രണം നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിൽ, സൗകര്യത്തിൽ, വിഭവങ്ങളിൽ എല്ലാം കീഴ്മേൽ മറിച്ചു. ഏത് തദ്ദേശഭരണ സ്ഥാപനത്തിനും സമഗ്രമായിട്ടുള്ള പ്രാദേശിക വികസന നേതൃത്വം നൽകാനുള്ള അവകാശം നൽകുന്നുണ്ട്. ആര്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിസ്മയത്തിൽ അവിഭാജ്യ ഘടകമാണ് സ്ത്രീ ശാക്തീകരണവും കുടുംബശ്രീയും. സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ബാങ്കുകൾ ഉൾപ്പെടെ വിവിധ സാമ്പത്തിക ഏജൻസികളെ സംയോജിപ്പിച്ചുള്ള പ്രവർത്തനമാണ് ആര്യനാട് CDS ലക്ഷ്യമിട്ടത്. മൈക്രോ ഫിനാൻസ് മേഖലയിലെ സാമ്പത്തിക വായ്പകൾ വഴി സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയും നിലവിലുള്ള തൊഴിൽ സംരംഭങ്ങൾ സജീവമാക്കാനും അതുവഴി സ്ത്രീകളുടെ ഉപജീവന മാർഗങ്ങളിലും വരുമാനത്തിലും മാറ്റവുമുണ്ടായി. ഇതൊരു കുടുംബശ്രീ സംരംഭമാണ്. എനിക്ക് ഈ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി കുടുംബശ്രീയിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പ കിട്ടിയിട്ടുണ്ട്. അത് വായ്പ ഉപയോഗിച്ചാണ് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഇൻഡിവിജ്വലായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ യൂണിറ്റിൽ 5 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ലോഷൻ മാത്രമായി ഉണ്ടാക്കി തുടങ്ങിയ ഈ സംരംഭത്തിൽ ഇപ്പോൾ 15ഓളം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആര്യനാട് പഞ്ചായത്ത് നമുക്ക് ഈ സംരംഭകർക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് തരുന്ന ഒരു പഞ്ചായത്താണ് ആര്യനാട് പഞ്ചായത്ത്. 5991 പേർ അംഗങ്ങളായ 382 അയൽക്കൂട്ടങ്ങൾ. ആകെ വായ്പയായി 56.5 കോടി രൂപ സ്ത്രീകളുടെ അയൽക്കൂട്ടങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 1.20 കോടി രൂപ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യാനും കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളാണ് നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുടുംബശ്രീ മിഷൻ തരുന്ന പദ്ധതികളിലുപരി തനത് പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ തനത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന CDS ആണ് ആര്യനാട്. അതിൽ ശ്രദ്ധേയമായതാണ് ബഡ് സ്കൂളിന്റെ പ്രവർത്തനം. ആര്യനാട് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ IEP ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. മുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾ വൊക്കേഷണൽ ആക്ടിവിറ്റീസ്, അവരുടെ തൊഴിൽപരമായിട്ടുള്ള അവരുടെ നൈപുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽപരമായിട്ട് അവർക്ക് ട്രെയിനിങ് നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫുൾ പഞ്ചായത്ത് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. MLA ഫണ്ടിൽ നിന്നും സ്വന്തമായി വാഹന സൗകര്യം ലഭിച്ച
ബഡ് സ്കൂൾ കൂടിയാണ് ആര്യനാട്. പ്രാദേശിക ADSകളുമായി ചേർന്ന് ഈഞ്ചപ്പുരിയിൽ തണൽ വീട് ഒരുക്കുകയും കാഞ്ഞിരമ്മൂട് വാർഡിൽ സ്നേഹഭവനം പണിയുകയും ചെയ്തു. ആര്യനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കായി ഉച്ചഭക്ഷണം നൽകുന്ന അക്ഷയപാത്രം പദ്ധതി CDSന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ള ബാലസഭകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, കരിയർ ഗൈഡൻസ്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, പഠനോപകരണ വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 67 ബാലസഭകൾ, 20 വയോജന അയൽക്കൂട്ടങ്ങൾ, 5 ഭിന്നശേഷി അയൽക്കൂട്ടങ്ങൾ, യുവതികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കിയുള്ള 18 ഓക്സിലറി ഗ്രൂപ്പുകളും CDSന് കീഴിലുണ്ട്. CDSന് സ്വന്തമായി ഓഫീസ് കെട്ടിടമുള്ള ഏക പഞ്ചായത്താണ് ആര്യനാട്. ഓഫീസ് മന്ദിരത്തിൽ ലൈബ്രറി, ബാലപഞ്ചായത്ത് മീറ്റിംഗ് ഹാൾ, അക്കൗണ്ട്സ് സെക്ഷൻ എന്നിവയെല്ലാം മനോഹരമാക്കിയിരിക്കുകയാണ്. പ്രവർത്തനം കൊണ്ട് മാതൃകയൊരുക്കിയ ആര്യനാട് CDSന് 2025 ISO അംഗീകാരം ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുമായി കൂട്ടിച്ചേർത്ത് ബാങ്കിംഗ് സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ചുള്ള പ്രവർത്തന മികവിന് സംസ്ഥാനത്തെ 2ാമത്തെ CDSനുള്ള അംഗീകാരവും ലഭിച്ചു. കുടുംബശ്രീയെ മികവുറ്റതാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ വലിയൊരു പിന്തുണ തന്നെ ഉണ്ടായിരുന്നു. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീക്ക് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി 5 വർഷം കൊണ്ട് 3500 കോടി രൂപ ചെലവഴിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എല്ലാ സാമ്പത്തിക വർഷവും നമുക്ക് തൊഴിൽ ദിനം 100 തികയ്ക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ തൊഴിലാളികൾക്കും പിറ്റേ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ആകുമ്പോൾ ഉടനെ പൈസ കിട്ടുന്നുണ്ട്. പിന്നെ വർഷം തോറും എല്ലാവർക്കും ബോണസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇതുകൂടാതെ 1.90 കോടി രൂപ ചെലവഴിച്ച് 38 ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുകയും നടപ്പ് വർഷം 42 റോഡ് പദ്ധതികൾക്ക് അംഗീകാരം നൽകുകയുമുണ്ടായി. ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകി. 162 കുടിവെള്ള കിണറുകൾ, 14 കിണറുകൾ, 46 പേർക്ക് ടോയ്ലറ്റ് സൗകര്യം, കന്നുകാലി ഷെഡ്, കോഴിക്കൂട് തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ വിതരണം ചെയ്തു. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ സവിശേഷ ശ്രദ്ധ ഊന്നിയ മേഖലയാണ് അജൈവ മാലിന്യ നിർമ്മാർജ്ജനം. കേവലം 4 വർഷം കൊണ്ട് 2 ലക്ഷം കിലോഗ്രാം അജൈവ മാലിന്യങ്ങൾ കയറ്റി അയച്ചുകൊണ്ട് അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കയറ്റി അയച്ചതിനുള്ള റെക്കോർഡിന് അർഹമായി. ആര്യനാട് ഗ്രാമപഞ്ചായത്തിൽ 2021 ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 37 പേരടങ്ങുന്ന ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഉള്ളത്. എല്ലാ വാർഡുകളിലും കൃത്യമായി 100% സർവീസ് നടത്തുകയും യൂസർ ഫീ കളക്ഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ശരാശരി 8,000 മുതൽ 16,000 രൂപ വരെ ശമ്പളം ഓരോ വാർഡുകൾക്കും കിട്ടുന്നുണ്ട്. 18 വാർഡുകളിലായിട്ട് 44 മിനി MCFകളും 36 ബോട്ടിൽ ബൂത്തുകളും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2,700 സ്ക്വയർ ഫീറ്റിൽ നടങ്ങുന്ന ഒരു MCFും അതുപോലെ തന്നെ വാഹന സൗകര്യം എല്ലാം ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉദ്യോഗസ്ഥരുടെ നല്ല സപ്പോർട്ട് കൂടിയാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിറ്റഴിക്കാനുള്ള പൊതുവിപണിയാണ് ആര്യനാട് മാർക്കറ്റിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിപണന കേന്ദ്രം. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കാർഷിക വിപണന കേന്ദ്രത്തിൽ 300-ലേറെ കർഷകർ അംഗത്വം നേടിയിട്ടുണ്ട്. വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ചിപ്സ് നിർമ്മാണം, മരച്ചീനി, പുട്ടുപൊടി തുടങ്ങിയവ ആര്യനാടൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാക്കി വിപണനം നടത്തുന്നു. ആര്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ വേറിട്ട കരുതലിന്റെ നവ്യ അനുഭൂതി സമ്മാനിക്കുകയാണ് പകൽ വീട്. മാനസിക വൈകല്യമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണവും തൊഴിൽ പരിശീലനവും ശ്രദ്ധയും നൽകുന്നതാണ് പകൽ വീട്. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായിട്ട്
ഉള്ള ഡേ കെയർ സെൻ്ററാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ ജില്ലയിൽ 2 ഡേ കെയർ സെൻ്ററാണ് ഉള്ളത്. ഒന്ന് ആര്യനാട് പഞ്ചായത്തിലും ഒന്ന് ഒറ്റൂർ പഞ്ചായത്തിലുമാണ് ഉള്ളത്. ഈ ആര്യനാട് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി ഇവിടെ ഉള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അന്തേവാസികളെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് വേണ്ട മരുന്ന്, ചികിത്സയുടെ ഭാഗമായിട്ടുള്ള മരുന്ന്, പിന്നെ ഭക്ഷണം, വേറെ ഒക്കുപേഷൻ തെറാപ്പി, മെഡിസിൻ കവർ മേക്കിംഗ്, ആർട്ട് തെറാപ്പി, ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും അവരെ സമൂഹത്തിലേക്ക് നല്ല നിലയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. വാഹന സൗകര്യം ഉൾപ്പെടെ കേരള സർക്കാരിന്റെ സഹായത്തോടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത കാരുണ്യത്തിന്റെ കരസ്പർശമായി പകൽ വീട് പ്രവർത്തിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ഏറെ ശ്രദ്ധയോടെ നടപ്പിലാക്കുന്ന ആരോഗ്യ പരിപാലന പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. ചികിത്സാ സഹായം ആവശ്യമുള്ളതും എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചേരാൻ അസൗകര്യവും സാഹചര്യവുമില്ലാത്ത രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്നു. ആശാ വർക്കർ പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത് പാലിയേറ്റീവ് കെയർ ഉണ്ട്, ഇങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി അവരിങ്ങനെ വീട്ടിൽ വരുമെന്നുള്ള കാര്യം. കുഞ്ഞിന് ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടും പിന്നെ അവളെ ചികിത്സിക്കാൻ വേണ്ടി ആര്യനാട് ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ വന്നത് വലിയ അനുഗ്രഹമായി. ആശാ വർക്കർമാരുടെ സഹായത്തോടെ ആര്യനാട് PHCയിലെ സീനിയർ സ്റ്റാഫ് നഴ്സിന്റെ സഹായത്താലാണ് പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നത്. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധയൂന്നിയ മറ്റൊരു മേഖലയാണ് സ്കൂളുകൾ. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ആര്യനാട് ലോവർ പ്രൈമറി സ്കൂൾ മാതൃകയായി എടുത്ത് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നതിനോടൊപ്പം കുട്ടികളിൽ കൗതുകവും മാനസിക ഉല്ലാസവും കായിക വികസനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് വർണ്ണക്കൂടാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയായിരുന്നു. മനോഹരമായി തയ്യാറാക്കിയ പൂന്തോട്ടവും കാഴ്ചവസ്തുക്കളും കുട്ടികളെ ഉത്സാഹഭരിതരാക്കുന്ന കാഴ്ച മനോഹരമാണ്. കുട്ടികളെ നാളത്തെ പൗരന്മാരായി വാർത്തെടുക്കുന്നതിനുള്ള കരുതലാണ് സ്മാർട്ട് അംഗൻവാടികൾ. പഞ്ചായത്തിലെ 33 അംഗൻവാടികൾ സ്വന്തം കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. വർണ്ണശബളമായ ചിത്രങ്ങളാൽ സമ്പന്നമായ സ്മാർട്ട് അംഗൻവാടികൾ കുട്ടികളുടെ പറുദീസയാണ്. പോഷകാഹാര വിതരണവും കാര്യക്ഷമമായ മേൽനോട്ടവും ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളെ സവിശേഷമാക്കുന്നു. കളിക്കോപ്പുകളും വൈജ്ഞാനിക ഉപകരണങ്ങളും സംഗീതവും കായിക വികസനത്തിനും ബുദ്ധിവികാസത്തിനും ഉതകുന്നതുമായ നവീകരിച്ച അംഗൻവാടികൾ ആര്യനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സവിശേഷതയാണ്. മലയോര മേഖലയിലെ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സജീവ സാന്നിധ്യമാകാൻ വിദ്യാർത്ഥികൾക്കാകുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമെന്നോണമാണ് തീവ്ര PSC പരിശീലനത്തിനായി HRDC സ്ഥാപിച്ചിട്ടുള്ളത്. സൗജന്യ DTP പരിശീലനം, റഫറൻസ് ലൈബ്രറി, വീട്ടമ്മമാർക്ക് തയ്യൽ പരിശീലനം എന്നിവയും HRDC ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ അനുബന്ധ പ്രവർത്തനങ്ങളാണ്. ഏകദേശം 200ഓളം പേർ ഇതിനകം വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിക്കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ആര്യനാട് പഞ്ചായത്തിൻ്റെ ഇതിൽ ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട്, അവിടെ ഇങ്ങനെ PSC പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാനിവിടെ വന്നു. 2019 ഞാൻ ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത്. വന്ന സമയത്ത് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് കുറച്ച് ദിവസമൊക്കെ ഞാൻ ക്ലാസ്സിനൊക്കെ കറക്റ്റ് വരുമായിരുന്നു. വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇവർ പറഞ്ഞത് ഉച്ചവരെ ക്ലാസ്സാണ്, അതിനുശേഷം കമ്പൈൻ സ്റ്റഡി ഉണ്ട്, അതിനിരിക്കണം ചേച്ചി, അപ്പം നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് ജോലി കിട്ടും എന്നൊക്കെ ഇവിടെ എല്ലാവരും കുട്ടികളൊക്കെ എല്ലാവരും പറയുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഇപ്പോൾ വരുന്ന എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ടെക്സ്റ്റും നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാവർക്കും ടെക്സ്റ്റ് ഞങ്ങൾ HRDC ഫണ്ടിൽ നിന്ന് വാങ്ങും. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കും. നല്ല ഹെൽപ്ഫുള്ളാണ് ഇവിടുത്തെ ക്ലാസ്. കായിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക്
പഞ്ചായത്ത് പ്രാധാന്യം നൽകി. 13 വാർഡുകളിൽ കളിക്കളങ്ങൾ നിർമ്മിക്കുകയും ആര്യനാട് ആനന്ദേശ്വരത്തെ ഇൻഡോർ സ്റ്റേഡിയം നവീകരിക്കുകയും കായിക പ്രേമികൾക്കായി ഫെബ്രുവരി 1, 2024 തുറന്നുകൊടുക്കുകയും ചെയ്തു. നവീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ നിർവഹിച്ചു. എല്ലാ വർഷവും കേരളോത്സവം സംഘടിപ്പിക്കുകയും ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യുകയുമുണ്ടായി. പഞ്ചായത്ത് സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് കയ്യെത്തും ദൂരത്ത് എത്തിക്കുകയാണ് ഗ്രാമഭവനുകൾ. ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടറുകൾ, ഫർണിച്ചറുകൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ഗ്രാമഭവനുകൾ വാർഡ് ഓഫീസായി പ്രവർത്തിക്കുന്നതിനൊപ്പം മിനി ലൈബ്രറി സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18 വാർഡുകളിലായി സജ്ജീകരിച്ചിട്ടുള്ള ഗ്രാമഭവനുകൾ ആര്യനാടിൻ്റെ മാത്രം സവിശേഷതയാണ്. ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ വർദ്ധിച്ചുവരുന്ന ചികിത്സാ സൗകര്യങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ 4,50,00,000 രൂപ ചെലവിട്ട് പ്രവർത്തന സജ്ജമായ 7 പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ. സംസ്ഥാനത്താകെ 162 പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഉള്ളപ്പോൾ ആര്യനാട് പഞ്ചായത്തിൽ മാത്രം 7 എണ്ണമാണ് പൂർത്തിയാകുന്നത്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്ററുകൾ ആരോഗ്യരംഗത്ത് അനന്ത സാധ്യതകൾക്ക് വഴിതെളിക്കും. ചൂഴ, കൊക്കാട്ടേല, പള്ളിവേട്ട, കോട്ടയ്ക്കകം, മീനാങ്കൽ, വലിയ കലുങ്ക്, ആര്യനാട് ടൗൺ എന്നിവിടങ്ങളിലാണ് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. ആര്യനാട് പഞ്ചായത്തിന്റെ സാംസ്കാരിക ഇടനാഴിയാണ് മാനവീയം വീഥി. ആര്യനാടിന്റെ സ്വന്തം ചിത്രകാരൻ ശ്രീ രാജേന്ദ്രൻ അവർകൾ രൂപപ്പെടുത്തിയ സാംസ്കാരിക ഭൂമികയാണ് മാനവീയം വീഥി. മരച്ചുവട്ടിലെ വായനശാലയും ഇക്കോ ഷോപ്പ്, സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിനുള്ള ഓപ്പൺ തിയേറ്റർ, സെൽഫി പോയിന്റുകൾ, സൗഹൃദത്തിൻ്റെ മാതൃകാശില്പം നമ്മൾ ഒന്നാണ്, എല്ലാം ചേർന്നുള്ള സാംസ്കാരിക ഇടനാഴിയാണ് മാനവീയം വീഥി. നമ്മൾ പുറം തള്ളുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന മത്സ്യത്തിൻ്റെ ചിത്രം ഏറെ കൗതുകമുണർത്തുന്നു. മാനവീയം വീഥിയോട് ചേർന്നുള്ള ഓപ്പൺ ജിമ്മും കൂടി ചേരുമ്പോൾ മാനവീയം വീഥി തികച്ചും ഒരു ഹാപ്പിനെസ് പാർക്കായി മാറുന്നു. ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് തണൽ. ആര്യനാട് ജംഗ്ഷനിൽ നിന്ന് മാറി ഈഞ്ചവരി വാർഡിലെ മൈലമൂടിൽ തയ്യാറായ ഗ്യാസ് ക്രിമറ്റോറിയം. ടൗണിൽ നിന്ന് ഏറെ മാറി തികച്ചും നിശബ്ദമായ 1 ഏക്കർ ഭൂമിയാണ് പഞ്ചായത്ത് സമിതി ഇതിനായി തിരഞ്ഞെടുത്തത്. സാങ്കേതിക വളർച്ചയുടെ പൂർണ്ണത ആർജിച്ചതും സുസ്ഥിര വികസന മാതൃകയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതിയുമായിരുന്നു ഇത്. ബോഡി ഏകദേശം 800 മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ സംസ്കരിക്കുകയാണിവിടെ. സംസ്കരിച്ചെടുത്ത ചാരം വീണ്ടും ജലത്തിലൂടെ കടത്തിവിടുന്നതിലൂടെ ഏറ്റവും കുറഞ്ഞ അളവിൽ പുക പുറത്തുവിട്ടുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കുന്ന സാങ്കേതിക വിദ്യ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നൂതനവും മാതൃകാപരവുമാണ്. തണൽ എന്ന് പേര് നൽകിയ പ്രസ്തുത ക്രിമറ്റോറിയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ആര്യനാട് ഗ്രാമപഞ്ചായത്തിന് വരും കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആധുനികതയുടെ പുതിയ മാനങ്ങൾ സംയോജിപ്പിച്ച് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം
ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് നിർവഹിച്ചു. ഒരു മിനി സെക്രട്ടേറിയറ്റ് മാതൃകയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അതിലൊന്ന്, നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ സെക്രട്ടേറിയറ്റിന്റെ ഒരു ചെറിയ രൂപം നമുക്കിതിലേക്ക് കൊണ്ടുവരണം എന്നതും കൂടെ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടിട്ടുള്ളത് സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ സമയ സൂചികയും ജനങ്ങൾക്കും ജീവനക്കാർക്കും എല്ലാവർക്കും കാണാനും അതനുസരിച്ച് പാലിക്കാനും വേണ്ടുന്നുള്ള ഒരു രൂപവും കൂടെ നമ്മൾ ഇതിൽ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് എല്ലാ സംവിധാനങ്ങളും. പുതിയ മീറ്റിംഗ് ഹാളിന് ചിന്താ ഹാൾ എന്ന് നാമകരണം ചെയ്യുകയും ഫ്രണ്ട് ഓഫീസ്, ഓഡിറ്റോറിയം എന്നിങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ഉണ്ടായി. തനത് വരുമാനം വർദ്ധിപ്പിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ഏറ്റെടുത്തും വികസന കുതിപ്പ് നടത്താനായി എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ പരമാവധി വികസന ഫണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും തനത് ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ കണ്ടെത്തി വളരെ മികച്ച രീതിയിലുള്ള ഇതും ജനോപകാരപ്രദമായതുമായ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കി എടുത്തു പറയത്തക്ക ഒരു 10-15 വർഷത്തോളം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൗരന്മാരുടെ, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പഞ്ചായത്ത് ജീവനക്കാർ ശ്രദ്ധാലുക്കളാണ്. ഓഫീസിന്റെ ഘടനയിലുണ്ടായ മാറ്റവും ആംബിയൻസ് നവീകരണവും പൊതുജനങ്ങളിൽ മതിപ്പുളവാക്കി. കഴിഞ്ഞ 5 വർഷം ആര്യനാട് ഗ്രാമപഞ്ചായത്ത് സമൂലമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പഞ്ചായത്തിലെ പൊതുജനങ്ങൾ, പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ, സർവോപരി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള വികസന പ്രവർത്തനങ്ങൾ എന്നിവ കൂടിച്ചേർന്നുള്ള സമൂല മാറ്റത്തിലൂന്നിയുള്ള വികസന പ്രക്രിയയ്ക്കാണ് കഴിഞ്ഞ 5 വർഷം നാട് സാക്ഷ്യം വഹിച്ചത്. പഞ്ചായത്ത് സമിതി, അതുപോലെ ഉദ്യോഗസ്ഥര്, സന്നദ്ധ പ്രവർത്തകര്, അവർക്കെല്ലാം കൂട്ടായിട്ട് സമഗ്രമായിട്ട് അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനാണ്. അത്തരത്തിൽ ഒരു ഉത്തമ മാതൃകയാണ് ആര്യനാട് പഞ്ചായത്ത് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹനെയും ഇക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒന്ന്, പഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടം മാത്രമല്ല, എല്ലാ വാർഡിലും ഗ്രാമഭവനുകൾ. ആ ഗ്രാമഭവനുകൾ വെറും കെട്ടിടങ്ങളല്ല, മറിച്ച് IT സൗകര്യങ്ങളോടുകൂടി ജനങ്ങൾക്കെല്ലാം പ്രാപ്യമായിട്ടുള്ള സഹായ കേന്ദ്രങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഗ്രാമഭരണത്തിൽ ഇത്തരത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ചിട്ടുള്ള കാര്യം എന്തെന്നറിയോ? എനിക്ക് തോന്നുന്നത് 3800ഓളം കോടി രൂപ 5 വർഷം കൊണ്ട് തൊഴിലുറപ്പിലൂടെ നൽകാൻ കഴിഞ്ഞതാണ്. 1400ഓളം കുടുംബങ്ങൾ 100 ദിവസത്തെ തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി എത്രയോ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും സ്കീമുകളെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഏറ്റവും കാര്യക്ഷമമായിട്ട് നടപ്പാക്കിയിട്ടുള്ള അനുഭവം ആര്യനാടുണ്ട്. ആരോഗ്യ മേഖലയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും സവിശേഷമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുള്ളത്. 7-8 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, സബ് സെൻറ്റേഴ്സ് ഇത് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നു. ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ PHC. എന്നുമാത്രമല്ല, ഏറ്റവും നല്ല ബഡ് സ്കൂൾ, ഏറ്റവും നല്ല പാലിറ്റീവ് പ്രവർത്തനങ്ങൾ, അങ്കണവാടികൾ, സ്മാർട്ട് അങ്കണവാടികൾ, ഇതെല്ലാം കൂടിച്ചേർന്നുള്ള ഒരു സമഗ്രമായിട്ടുള്ള ആരോഗ്യ പരിപാടിയാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത്. ഇതുപോലെ ഓരോ മേഖല എടുത്താലും ആര്യനാട് എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടാവും. അത് കൊണ്ടാണ് 2024
സ്വരാജ് ട്രോഫിക്ക് സംസ്ഥാനത്ത് ആരിനാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ തന്നെ 2024-25 വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്ക് ആര്യനാട് പഞ്ചായത്ത് അർഹമായി. ഗ്രാമപഞ്ചായത്തിന്റെ വികസനേതര പ്രവർത്തനങ്ങളിൽ നിതാന്ത ജാഗ്രതയുമായി ഒരാൾ. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ച ജനകീയനായ പഞ്ചായത്ത് പ്രസിഡന്റ്. വായനയും പഠനവും നിരീക്ഷണവും പരിശ്രമവും കൊണ്ട് ജനഹൃദയങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ച സഹൃദയൻ. അന്യം നിന്നു പോകുന്ന മണ്ണിനും ജലത്തിനും കാവൽക്കാരനായി ഏറെ പിന്നാക്കം നിന്നിരുന്ന ഈ മലയോര പഞ്ചായത്തിനെ കേരളമാകെ അറിയപ്പെടുന്ന ഒരു ചെറു പട്ടണമാക്കി മാറ്റാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത കർമ്മയോഗി. നാടിന്റെ വികസന പ്രവർത്തനത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കയ്യൊപ്പുമായി വികസനമെന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ലഘൂകരിക്കണം എന്നുള്ള കേവല സാമ്പത്തിക സിദ്ധാന്തങ്ങൾക്കപ്പുറം നിരാലംബരും നിരാശ്രയരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമായ സമൂഹത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെയും കരുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ സ്നേഹസ്പർശം അനുഭവിപ്പിച്ച പ്രിയ സ്നേഹിതൻ. കാലം കാത്തുവച്ച കടമ്പകളൊക്കെ വജ്രശോഭയോടെ നിറവേറ്റിയ പ്രിയ വിജു മോഹനും സഹപ്രവർത്തകർക്കും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ.